ഇന്നത്തെ യാത്ര തുടങ്ങുന്ന വീടിൻ്റെ അവിടെ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വണ്ടമ്പാലി ചെന്നിട്ട് വണ്ടമ്പാലിയിൽ നിന്ന് ആണ് പോകുന്നത്. വണ്ടമ്പാലി കൂടിയാണ് പോകുന്നത്. വണ്ടമ്പാലി ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പള്ളിയുടെ അവിടെ ചെല്ലും. വണ്ടമ്പാലി പള്ളിയുടെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് 35 ചെല്ലും. 35 പാലം കഴിഞ്ഞ് ചെല്ലും. ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞ് കാണുന്ന വഴി കൂടെ റൈറ്റ് തിരിഞ്ഞു പോകുന്നതാണ് കുട്ടിക്കാനം കട്ടപ്പന പോകുന്ന റൂട്ട്. അപ്പം ഇത് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പള്ളി കാണാൻ പോകും. പള്ളിക്കുന്ന് സ്ഥലത്തേക്ക്, കുട്ടിക്കാനത്താണ് ആ സ്ഥലമേ, അത് കാണാൻ വേണ്ടി പോകും. ഇപ്പം കാണുന്നത് നമ്മൾ കുട്ടിക്കാനത്ത് ചെന്ന് കുട്ടിക്കാനം സിറ്റിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴി കൂടെയാണ് നമ്മൾ പള്ളിക്കുന്നിന് പോകുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. തേയിലത്തോട്ടങ്ങളും ഈ കാപ്പി, ഏലം എന്ന് എല്ലാ സംഭവമുണ്ട്. അതുകൂടാതെ കോളേജുകൾ, അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടേജിലെത്തി. നല്ല രസമാണ്, കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തണുപ്പ്. റോഡിൽ കാണുന്ന അവസ്ഥയല്ല, അകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പാണ്, തണുപ്പായ അന്തരീക്ഷം. അതാ പള്ളി. താഴോട്ട് നടക്കുന്തോറും കാണുന്നത് ശവക്കോട്ടകളാണ്. ജോസഫ് സിനിമയ്ക്കകത്ത് ജോജുവിൻ്റെ വൈഫിനെ അടക്കം ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഈ കാണുന്ന ഇതൊക്കെയാണ്, ഇവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. പള്ളി തന്നെ കാണാൻ എന്ന സ്റ്റൈലാണെന്നറിയോ, ഒരു വേറെ അനുഭവം. കയല സൈഡിൽ കൂടെയാണ് നിറച്ചും പൂക്കൾ, കയലെ പറ്റി പിടിച്ചിരിക്കുന്നത്. നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ഈ ചർച്ചിന് ഏകദേശം. ഇതിൽ കൂടുതലേ കാണാൻ ചാൻസ് ഉള്ളൂ.
പള്ളിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ട് തോന്നും. പിന്നെ ഈ പള്ളി ഇപ്പോഴും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ തേയില എസ്റ്റേറ്റിൽ, മറ്റേ കണ്ണൻദേവൻ എസ്റ്റേറ്റിലെ തേയില, അതിൻ്റെ സ്ഥാപകൻ ജോൺ ഡാനിയൽ മാൻട്രോ നിത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുതിരയാണ്. അതിനെ അടക്കം ചെയ്തിരിക്കുന്ന ഇതാണ്, ഡൗണി എന്ന പേര്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പള്ളിയിൽ ചുരുക്കമാണെന്ന് തോന്നുന്നു. അല്ല, കേരളത്തിൽ വേറെ എങ്ങും കാണുകയില്ല കുതിര അടക്കം ചെയ്ത പള്ളി. അത് ഈ പള്ളിക്കുന്ന് പള്ളിയാണേ. ഒത്തിരി വിദേശികളെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവെന്ന് തോന്നുന്നു. കറക്റ്റാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഭയങ്കര ഒരു അന്തരീക്ഷമാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ വ്യാപാരം കൊണ്ടുവന്ന, റബ്ബർ തോട്ടം കൊണ്ടുവന്ന നമ്മുടെ ജെ മർഫി സാഹിബ് കണ്ണൻദേവൻ എസ്റ്റേറ്റിൻ്റെ ഡിവിഷണൽ മാനേജറായിട്ട് വന്ന കാലഘട്ടമൊക്കെ ആയിരിക്കും ഈ കണ്ണൻദേവനിൽ നിന്നാണ് തുടക്കം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ അമ്മച്ചി കൊട്ടാരങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ വീഡിയോ കുറേ വരുന്നുണ്ട്. ബന്ധു കൂടുതലായതുകൊണ്ട് അങ്ങനെ അത്രയും കട്ട് ചെയ്തിട്ടുണ്ട്.